ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെരുന്നാളിന് സേമിയ വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് അരപ്പിടി സേമിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഒരു 1/4 കപ്പോളം ഉണ്ടാവും കേട്ടോ ഇത്. ഇനി സേമിയ മുങ്ങിക്കിടക്കുന്നത്ര വെള്ളം ഒഴിച്ച് സേമിയ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. സേമിയ വേവണ സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് 3 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചെടുത്ത് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഇളക്കി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ്. സേമിയ നന്നായിട്ട് വെന്ത് ഇതിൽ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 3 കപ്പ് പാലാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് കുറച്ച് പാലെടുത്തുകൊണ്ടാണ് കസ്റ്റാർഡ് പൗഡർക്ക് ഒഴിച്ചെടുത്തത്. പാലൊഴിച്ചെടുത്ത് ഇളക്കിയതിന് ശേഷം നമ്മൾ കലക്കി വെച്ച കസ്റ്റാർഡില്ലേ, അതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇനി കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ നിൽക്കണം. ഞാൻ കസ്റ്റാർഡ് അവിടെയും ഇവിടെയും കട്ട പിടിക്കും. അപ്പോൾ അത് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തൊന്ന് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുകയാണ്. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയായിട്ട് ചേർത്തത്. മധുരം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർക്കുക. പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോഴേക്ക് കസ്റ്റാർഡ് പൗഡർ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും. കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് വേണ്ടത് കുറുക്കിയെടുക്കാൻ. അപ്പോൾ ഈ ഒരു കട്ടിയിലാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ ഈ ഒരു കട്ടിയിലായാൽ മതി കേട്ടോ. ഇതിനേക്കാൾ കട്ടിയായാലും നമുക്ക് തണുത്ത് വരുമ്പം നല്ല കട്ടിയാവും. നിങ്ങൾക്ക് ഇതിനേക്കാൾ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ തീ ഓഫാക്കാതെ ഇളക്കി കൊടുത്താൽ മതി. തീ ഓഫാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തെടുക്കുക. കുറച്ച് ചെറിയും പഴവും മാങ്ങയും 2 കളർ മുന്തിരിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഫ്രൂട്ട്സും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്താലും നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.